മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റീഡിംഗ് എടുക്കാം. സോറി, ഇന്ന് ഇത് ലവ് റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് എടുക്കുകയാണ്. ഓക്കെ, ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ്. ഓക്കെ, ഇത് ടാരോവിൻ്റെ തന്നെ ഡെക്കാണ്. ഓക്കെ, റൗണ്ട് സർക്കിളിലാണെന്ന് മാത്രം. ഓക്കെ, സോ കുറേ ആയിട്ട് ഞാൻ കുറച്ച് മുമ്പ് വാങ്ങി വെച്ചതാണ്, യൂസ് ചെയ്തില്ല ഇതുവരെ, ഇന്ന് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് ഫെബ്രുവരി ഓൾമോസ്റ്റ് 15th അടുത്തായി. ഓക്കെ, നമുക്ക് ഈ ഫെബ്രുവരി ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു അടുത്ത 15 ദിവസം നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, അതിന് നിങ്ങൾക്ക് എന്തായിരിക്കും നെക്സ്റ്റ് 15 ഡേയ്സിൽ എന്ത് വരാനാണ് സാധ്യത, എന്താണ് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത 15 ദിവസം നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും നോക്കാം. ഡബിൾ കാർഡാണ്, മറക്കേണ്ടി വരും ഞാൻ ഈ കാർഡ്. ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ്. ഓക്കെ, ഗുഡ്. 8 ഓഫ് വാൻഡ്സ്, എംപറർ, Knight of Pentacles, 2 of Pentacles, Sun card, Ace of Swords. Awesome. ഇവിടെ മജീഷ്യൻ ഉണ്ട്. ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നടക്കാൻ പോണു എന്ന് മനസ്സിലാക്കുക ആദ്യത്തെ. അതിൽ ഓക്കെ, മെയിൻ സിറ്റുവേഷൻ എനിക്ക് കാണുന്നത് ഒരു ഡെവിൾ എനർജി ഇവിടെ നിങ്ങളുടെ അഡിക്ഷൻസിനെ കുറിച്ച് പറയാം. ഓക്കെ, നിങ്ങളുടെ പേടികളെ കുറിച്ച് പറയാം, നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ കുറിച്ച് പറയാം. സോ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്തത് എന്നെടുത്തോളൂ. ചിലപ്പോൾ ഒരു പേഴ്സൺ ആവാം, ഒരു സിറ്റുവേഷൻ ആവാം, നിങ്ങളുടെ തന്നെ ചില ഹാബിറ്റ്സ് ആവാം, നിങ്ങളുടെ തന്നെ ഏതെങ്കിലും നല്ലതല്ലാത്തത്. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാം നിങ്ങൾക്കത് നല്ലതല്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു കാര്യത്തിനെ നമ്മൾ പിടിച്ച് വെക്കും തോറും നമ്മളതിന് നമ്മുടെ ലൈഫിൽ അത് നല്ലതല്ല എന്ന് നിങ്ങൾക്കറിയാം. ചിലപ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ്, ഡ്രിങ്കിങ് എന്തും ആവാം. ഓക്കെ, അല്ലെങ്കിൽ ചില അഡിക്ഷൻസ് എന്ന രീതിക്ക്, അതായത് നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഫുഡ് ക്രേവിങ്, ഒരുപാട് ഫുഡ് കഴിക്കുക, അതും നെഗറ്റീവാണ് അല്ലേ. ഈവൻ സിമ്പിളായിട്ട് പറയുമ്പോൾ ഒരുപാട് ലൈക്ക് എക്സസൈസും കാര്യങ്ങളും ചെയ്യാതിരിക്കുക, അങ്ങനത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി കെയർ ചെയ്യാതിരിക്കുക. സോ അങ്ങനത്തെ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ അങ്ങനത്തെ ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിലുള്ള ചില നെഗറ്റീവ് കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, അങ്ങനത്തെ എന്തോ ഒരു അഡിക്ഷൻ നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ്, ഒരു ടോക്സിക് സിറ്റുവേഷൻ നിങ്ങൾ പുറത്തു വരുന്നതായിട്ട് പറയും. ടോക്സിക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നല്ലതല്ല, നിങ്ങളുടെ മാനസികമായ ആരോഗ്യത്തിന് നല്ലതല്ല, എന്ത് തന്നെയായാലും. ഓക്കെ, അങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് ഈ ഒരു നെക്സ്റ്റ് 15 ഡേയ്സിൽ സംഭവിക്കുക. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ അതിനുവേണ്ടി ചിലപ്പോൾ ഓൾറെഡി എഫേർട്ട് ഇടുന്നുണ്ടാവും. ഇത് ഈ ചില റിലേഷൻഷിപ്സ് വിട്ട് കളയാനായിരിക്കാം, ചില ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ഫാമിലിയിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളാവാം, ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിൽ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളാവാം, ഫ്രണ്ട്സ് ആവാം. ഓക്കെ, അതിനെ വിട്ട് കളയുന്ന തരത്തിലായിരിക്കും. സോ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ ഒരു പുതിയ തുടക്കം എന്ന് പറയാം. സോ ആ ഒരു ടോക്സിക് നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു മാറ്റമാണ്, ഒരു ഗ്രോത്ത് ആണ് ഇവിടെ. ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ് ആണ്. സോ വളരെയധികം നല്ലൊരു ഗ്രോത്ത് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. കുറെ കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വളർച്ച എന്ന് പറയാം. ഈ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരികയാണ് നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, യൂണിവേഴ്സ് ആയിട്ട് തരുന്നതുമാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയാം. ഓക്കെ, ഐ തിങ്ക് ആ ഒരു ടോക്സിക് സിറ്റുവേഷനിൽ നിങ്ങൾ മാറുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫ്രഷ് ആയിട്ട് ആദ്യം ഫീൽ ചെയ്യും. നിങ്ങളുടെ മനസ്സ് തന്നെ ഒരു റിലാക്സ് ആയ പോലെ തോന്നും. ചില കാര്യങ്ങൾ വിട്ട് കളയുമ്പോൾ, അല്ലെങ്കിൽ ചിലത് നമ്മൾ മാറ്റിയെടുക്കും തയ്യാറാവുമ്പോൾ നിങ്ങൾക്ക് തോന്നാം എനിക്ക് വിട്ട് കളയാൻ സാധിക്കില്ല, വല്ലാത്തൊരു കോഡിപെൻഡൻസി ഉണ്ടാവും, അതിൽ ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും ആ കാര്യത്തിനോട്. ഓക്കെ, അത് വിട്ട് കളയാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ. പക്ഷെ ഐ തിങ്ക് നിങ്ങൾക്ക് അതിന് സാധിക്കും. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും പറയാം. ഓക്കെ, നിങ്ങൾ തന്നെ മാറ്റിയെടുക്കുന്നതായിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു പുതിയ തുടക്കമാണ് അതിനുശേഷം വരുന്നത്. ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ്, 8 ഓഫ് വാൻഡ്സ്, മുന്നോട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നിങ്ങളുടെ കാണിക്കുന്നത്. ഓക്കെ, മുന്നോട്ട് നിങ്ങൾ നീങ്ങും, ഫാസ്റ്റായിട്ട് ഗ്രോത്ത് കാണും എന്ന് പറയാം. ഓക്കെ, അതിപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ വരെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ലൈക്ക് എംപറർ ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ട് പറയാം. ഓക്കെ, മെയിൻലി ഇതെനിക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ ലൈക്ക് കരിയറിൻ്റെ കാര്യത്തിൽ ഒരു ഗ്രോത്ത് എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, അപ്പോൾ ചില നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറുമ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ ഒരു
കരിയർ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാം. കരിയർ മാത്രമല്ല, ഐ തിങ്ക് നിങ്ങൾ ഒരു റെസ്പെക്റ്റബിൾ ഒരു നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യും. മേ ബി ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ റെസ്പെക്ട് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, ചിലത് നിങ്ങൾ വിട്ട് കളയുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. യെസ്, നന്നായി അത് ചെയ്തത്. ഓക്കെ, ആ നിങ്ങളുടെ ആ ഗ്രോത്തിനെ ആ ഒരു നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് മറ്റുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യായിരിക്കും. അങ്ങനെയും പറയാം. ഓക്കെ, അഗെയിൻ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം ഇവിടെ ഉണ്ട്. ഇതും കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കരിയർ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി എന്നെടുത്തോളൂ. ഓക്കെ, ഓക്കെ, ഈ കാർഡ് എനിക്ക് മെയിൻലി ഒരു ഗ്രോത്ത് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മെച്യൂരിറ്റി എന്ന് പറയാം. മേ ബി നിങ്ങൾ കുറെ കൂടി മെച്യൂർ ആവുന്നതായിരിക്കാം, അങ്ങനെയും പറയാം. യെസ്, ഒരു ഗ്രോത്ത്, മെച്യൂരിറ്റി എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കിത് വേറെ ഏതോ രീതിയിലൊരു കണക്ഷൻ മേ ബി ഒരു പേഴ്സണുമായിട്ട്, യെസ്, മേ ബി നിങ്ങളുടെ ലൈഫിലുള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അത് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൺ ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, ഓക്കെ, നെഗറ്റീവായിട്ട് പറയുമ്പോൾ മേ ബി അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ഓക്കെ, ആ പേഴ്സണിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടും ആവാം ഇത്, ഈ ടോക്സിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. സോ ആ പേഴ്സൺ മെച്യൂർ ആവുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. എന്തോ അങ്ങനെ തോന്നി എനിക്ക് ഈ രണ്ട് കാർഡും കൂടി. മേ ബി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി നിങ്ങളെ ടോക്സിക് ആയിട്ട് ട്രീറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തി, ഓക്കെ, അവർ നിങ്ങളോട് ലൈക്ക് പ്രോപ്പറായിട്ട് റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മേ ബി നിങ്ങൾക്കൊരു നിങ്ങളുടെ ലൈഫിലുള്ള ഒരു വ്യക്തി, ഓക്കെ, അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ ഐ തിങ്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് അവർ ഗ്രോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് പക്ഷെ നിങ്ങൾ ഐ തിങ്ക് ഡിറ്റാച്ച് ആവുകയാണ് ഇല്ല. ഓക്കെ, നിങ്ങൾ ഡിറ്റാച്ച് ആവുമ്പോഴാണ് ആ ഗ്രോത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ആ ഒരു മാറ്റം നിങ്ങളുടെ പേഴ്സണിൽ വരുന്നത്. റിലേഷൻഷിപ്പ് അല്ല ഞാൻ എടുത്തത്, ബട്ട് എന്നാലും എനിക്ക് കുറച്ച് അതും കൂടി വരുന്നുണ്ട്. സോ ആ കാര്യം കൂടി ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യണം. റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങൾ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളധികം കോഡിപെൻഡൻസിയിലായിരിക്കും, ഒരുപാട് നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ടുണ്ടാവും. ബട്ട് ഐ തിങ്ക് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരും. അങ്ങനെ പുറത്തു വരുമ്പോൾ ആ മാറ്റം ഐ തിങ്ക് ആ പേഴ്സണിലാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, പേഴ്സൺ കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിനെ എടുക്കും എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇതുവരെ അവർ ഒരു നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള ഒരു ചാൻസ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ കരിയറിൻ്റെ കാര്യത്തിൽ യെസ്, ഓക്കെ, നിങ്ങൾക്ക് ഗ്രോത്ത് തീർച്ചയായിട്ടും, ഓക്കെ, കരിയറിൻ്റെ ഗ്രോത്ത് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് എന്ന രീതിക്ക് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ഒരു ഒരു അബണ്ടൻസിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് അതിനുള്ള ആക്ഷൻ ആക്ച്വലി ഈ രണ്ട് കാർഡും പറയുമ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന ആക്ഷനാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ വേണ്ട ഒരു സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. അതുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, മേ ബി നിങ്ങളായിരിക്കാം തീരുമാനം ഇതുവരെ എടുക്കാതിരുന്നത്. ദാറ്റ് ഈ സിറ്റുവേഷനിൽ നിൽക്കണോ വിട്ടു പോകണോ. അതിപ്പോൾ ജോലിയിലായാലും നിങ്ങൾക്ക് നല്ലൊരു ജോലി, ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് അപ്രീസിയേഷൻ ഇല്ല, അവിടെ നിങ്ങൾ എപ്പോഴും ഒരു നെഗറ്റീവ് എൻവയോൺമെൻറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് വിട്ടു മാറണോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഐ തിങ്ക് നിങ്ങൾക്കൊരു വേറെ ഓപ്പർച്യൂണിറ്റി വരും. അതിൻ്റെ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധിക്കും. ഓക്കെ, ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഇവിടെ. കുറച്ച് പേർക്ക് അഗൈൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മേ ബി ഒരു റിലേഷൻഷിപ്പ് വിടുമ്പോൾ മേ ബി വേറെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും, അങ്ങനെയാവാം. ഓക്കെ, അല്ലാത്തവർക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആവും. ലൈക്ക് പേഴ്സൺ ഒരു മാറ്റം വരും, പേഴ്സണൽ ഒരു ചേഞ്ച് വരും എന്ന രീതിക്കും പറയാം. ഒരു ടോക്സിക് സിറ്റുവേഷൻ്റെ ചേഞ്ച് എന്തായാലും അതിപ്പോൾ ഏത് തരത്തിലും നിങ്ങൾ എടുത്തോളൂ. ഓക്കെ, ഇവിടെ സൺ കാണുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷമാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണ് കിട്ടാൻ പോകുന്നത്, ക്ലാരിറ്റി കിട്ടാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തെളിഞ്ഞ് മനസ്സിലാവും. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഐ തിങ്ക് യെസ്. ഓക്കെ, ഇവിടെ അഗെയിൻ നമ്മൾ ഇത് ഓഫർ വരുന്നതായിട്ട് ഞാൻ പറഞ്ഞു. മേ ബി ചിലപ്പോൾ ഒരു പുതിയൊരു ജോലിയുടെ ഓഫർ ആയിരിക്കാം, പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓഫർ ആയിരിക്കാം. ഓക്കെ, എന്ത് തന്നെയായാലും ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റമാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അതിൻ്റെ ആക്ഷൻ ഐ തിങ്ക് നിങ്ങൾ തന്നെയാണ് എടുക്കുന്നത് എവിടേക്കോ. ഓക്കെ, ആ ഒരു പുതിയ തുടക്കം വേണം. മേ ബി നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ആഗ്രഹിച്ച ഒരു മാറ്റമാണിത്. ഓക്കെ, നിങ്ങൾ ഈ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭവിച്ച് നിങ്ങൾക്ക് മടുത്ത് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത ഒരു ഗ്രോത്ത് ആണിത്. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താണ് ഈ ചേഞ്ച്, ഈ ഒരു മാറ്റം ഐ തിങ്ക് നിങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മാനിഫെസ്റ്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സുകൊണ്ട് പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ദറ്റ് കാര്യങ്ങൾ ഒന്ന് മാറണം, ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും. ഈ ഡെവിൾ എനർജിയിൽ നിന്ന് പുറത്ത് വരണം എനിക്ക്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഒന്ന് മാറി വരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്തു തരാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എവിടേക്കോ നിങ്ങളുടെ ആക്ഷൻ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, നിങ്ങളുടെ ആക്ഷൻ എടുക്കുന്നുണ്ട്, നിങ്ങൾ അതിന് വേണ്ട. പക്ഷെ അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് അത്രത്തോളം ആഗ്രഹിക്കുമ്പോൾ യൂണിവേഴ്സ് നമ്മളെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കും. ഓക്കെ, ആ ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരും. ആൻഡ് ഇവിടെ ഗ്രോത്ത് എനിവേ എനിക്ക് കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് ഉണ്ട്, സൺ ഓഫ് വാൻസ്. യെസ്, ഐ തിങ്ക് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. സ്പിരിച്വൽ ഗ്രോത്ത് ആയിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, ഐ തിങ്ക് എവിടെയോ നിങ്ങൾ കുറെ കൂടി
നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും, നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും പല കാര്യങ്ങളും. ഞാൻ അതപ്പോൾ ഇവിടെ ക്ലാരിറ്റി വരുന്നു എന്ന്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങും എന്താ ചെയ്യേണ്ടത് ലൈഫിൽ മുന്നോട്ട് എന്നുള്ള രീതിയിൽ. ആ ഒരു ചേഞ്ച് ആണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലൈക്ക് നെക്സ്റ്റ് 15 days. സോ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ ജോലിയുടെ കാര്യമാവാം, ഓക്കെ, കരിയർ, വീട്ടിൽ, ഫാമിലിയിൽ ആരെങ്കിലും ടോക്സിക് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഏതെങ്കിലും സ്വഭാവങ്ങൾ നിങ്ങൾ മാറ്റിയെടുക്കുന്നതായിരിക്കാം, ഹാബിറ്റ്സ് മാറ്റിയെടുക്കുന്നതായിരിക്കാം, വ്യക്തികളെ ചിലപ്പോൾ നിങ്ങൾ വിട്ട് മാറുന്നതായിരിക്കാം. ടോക്സിക് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കട്ട് ഓഫ് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ഇവിടെ സ്ട്രോങ് ആക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, സോ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് യൂണിവേഴ്സ് കൊണ്ട് തരും ചെയ്യും. നിങ്ങൾക്ക് ലൈഫ് തന്നെ മാറാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഇതുവരെ സ്റ്റക്കായിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. ഓക്കെ, അതാണ് ഈ ഡെവിൾ എനർജി, അതാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്റ്റക്കാക്കി വെക്കും അവിടെ. ഓക്കെ, ടോക്സിക് എൻവയറമെന്റ് ആണത്. സോ അതിൽ നിന്നൊരു മാറ്റം തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് അഡ്വൈസ് ഇവിടെ എടുക്കാം. ഇത് കുറച്ച് കരിയർ അങ്ങനത്തെ ഗൈഡൻസ് ആണ് ഇതിൽ നോക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്ക് അടുത്ത 15 days നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. ന്യൂ ബിഗിനിങ്, ഏസ് ഓഫ് വാൻസിന്റെ കാർഡാണ്. സെയിം തിങ്. തെഫ്റ്റ്, ടെംപ്ടേഷൻ ഓഫ് ലൈറ്റ്, ഡെവിൾ എനർജി, വെനം ഓഫ് ഡൗട്ട്, bravery, Ace of Swords energy, like forbidden formula, and veiled paths. Okay, and heroism ഉണ്ട് ഇവിടെ. ഓക്കെ, ന്യൂ ബിഗിനിങ്, ഹേസ് ഓഫ് വാൻസിന്റെ കാർഡ് ഞാൻ പറഞ്ഞു. നിങ്ങളെ ഒരു മാറ്റം വരാൻ പോവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ മാറാൻ പോകുന്നു എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ചേഞ്ച് വരുന്നു എന്ന് പറയാം. പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് അതിന് ഇവിടെ നിങ്ങൾക്ക് ചില ടെംപ്ടേഷൻ ഉണ്ടായിരുന്നു, ആ ഡെവിൾ എനർജി. ഓക്കെ, ഡെവിൾ എനർജി നിങ്ങളെ അങ്ങോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിൽ വീണ്ടും വീണ്ടും പെടുത്തി വെക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ സ്വഭാവങ്ങളാവാം, ഹാബിറ്റ്സ് ആവാം, ഞാൻ പറഞ്ഞ പോലെ വ്യക്തികളാവാം, സിറ്റുവേഷൻ ആവാം. ഓക്കെ, പക്ഷെ അതിൽ നിങ്ങൾ പെട്ടുപോവാതെ ഐ തിങ്ക് നിങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ടെംപ്ടേഷൻ പെട്ടുപോവാതെ. ഓക്കെ, ടെംപ്ടേഷൻ എന്ന് വെച്ചാൽ അറിയാലോ, ലൈക്ക് നമ്മളെ ഒന്നിങ്ങനെ കൊതിപ്പിക്കുക എന്ന് പറയും. ആ ഒരു ഡെവിൾ എനർജി എപ്പോഴും നമ്മളെ കൊതിപ്പിക്കുന്ന തരത്തിൽ നമ്മളെ വീണ്ടും വീണ്ടും അതിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടും ഇരിക്കും. ഓക്കെ, നമ്മളത് വിട്ടു പോകാൻ ശ്രമിക്കുമ്പോഴും തിരിച്ചതിലേക്ക് നമ്മളെ പിടിച്ച് വലിക്കും അല്ലേ. സോ ഐ തിങ്ക് അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ തെഫ്റ്റ് കാണുന്നുണ്ട്. ബിവെയർ ഓഫ് ലോസസ് ഇൻ യുവർ ഇന്നർ സർക്കിൾ, സെക്യൂർ വാല്യുബിൾസ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കളവ് നടക്കാനുള്ള സാധ്യത എന്ന് കാണുന്നുണ്ട്. കളവ് ഇപ്പോൾ നമുക്ക് എന്ത് തരത്തിലും പറയാം. ഐ തിങ്ക് ആരെങ്കിലും നിങ്ങളെ അതും അറിയുന്ന ആൾക്കാരെ എന്ന രീതിക്കാണ് പറയുന്നത്. മേ ബി ഒരു ചീറ്റിംഗ് എനർജി അല്ലെങ്കിൽ ഒരു കളവ് എന്തെങ്കിലും പോകാനുള്ള സാധ്യത എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എൻഹാൻസ് യുവർ സെക്യൂരിറ്റി ഒന്ന് നിങ്ങളെ സൂക്ഷിക്കാൻ പറയുന്നുണ്ട്, സാധനങ്ങളെയൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ. അതുമാത്രമല്ല നിങ്ങൾ അവനവനെയും ഓക്കെ, നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ വാല്യൂബിൾസ് സൂക്ഷിക്കുക എന്നുള്ളൊരു വാർണിംഗ് ഉണ്ട് ഇവിടെ. ഓക്കെ, വെനം ഓഫ് ഡൗട്ട് ഉണ്ട്. യു വിൽ എൻകൗണ്ടർ ഡിസെപ്റ്റീവ് ഇൻഫർമേഷൻ ദാറ്റ് കുഡ് പോയ്സൺ യുവർ ഡിസിഷൻ മേക്കിംഗ്. ആക്ച്വലി നേരത്തെ കണ്ട നമ്മുടെ 2 of Pentacles. ഓക്കെ, ആ തീരുമാനം എടുക്കാൻ. ഓക്കെ, അതായത് നിങ്ങൾ ആ ഒരു അഗെയിൻ ഡെവിൾ എനർജിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇത് രണ്ടും ഡെവിൾ എനർജിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളെ ഒരു അട്രാക്ട് ചെയ്തെടുക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ഒരു വ്യക്തിയാവാം, ഒരു സിറ്റുവേഷൻ ആവാം. അത് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ഓക്കെ നിങ്ങളുടെ മനസ്സിനെ കൺഫ്യൂസ് ആക്കുമായിരുന്നു. അത് ആ ഡെവിൾ എനർജി ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിനെ കൺഫ്യൂസ് ആക്കുക, നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നു എന്ന രീതിക്കാണ് നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, ആൻഡ് വെരി ഗുഡ്. ആക്ച്വലി വരും ഈ ഒരു 15 days ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ചേഞ്ചസ് കാണാൻ കാണാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രേവറി, യെസ്, യു വിൽ ഫേസ് ഈച്ച് മൊമെന്റ് വേർ യുവർ ബ്രേവറി മസ്റ്റ് മാസ്ക് യുവർ ഫിയേഴ്സ് ടു ഇൻസ്പയർ അതേഴ്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ധൈര്യത്തിൽ മുന്നോട്ട് പോകാൻ. കാരണം നിങ്ങൾ അങ്ങനെ ചില നിങ്ങളുടെ പേടികളെ ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ഇൻസ്പിറേഷനാണ്. ഓക്കെ, നിങ്ങളെ കാണുന്ന ഫാമിലിക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളൊരു ഇൻസ്പിറേഷൻ കൂടിയായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ പേടികൾ ഉണ്ടാവും, പക്ഷെ അത് കാണിക്കാതെ നിങ്ങൾ വളരെ നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. Forbidden formula, find an unconventional solution, applied discreetly. Okay, innovate responsibly. Okay, ഇത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് ചിലപ്പോൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മതിയാവില്ല ഇവിടെ. ഓക്കെ, നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഒന്ന് ചെയ്യേണ്ടി വരും, ഒന്ന് ആലോചിക്കേണ്ടി വരും. സൊല്യൂഷൻ എങ്ങനെ കിട്ടും എന്നുള്ള കുറച്ചൊരു സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു വഴിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, അങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾക്ക്, പക്ഷേ ഐ തിങ്ക് സൊല്യൂഷൻ കിട്ടും എന്ന് പറയാം. ഓക്കെ, ആൻഡ് വെയിൽഡ് പാത്സ്, എ ഹിഡൻ പാത്ത് ഇൻ ദ സീക്രട്ട് ഗാർഡൻ ഓഫേഴ്സ് എ ഷോർട്ട് കട്ട്. വിൽ യു ചൂസ് ബ്രേവറി ഓർ സേഫ്റ്റി?
ചൂസ് ദ പാത്ത് ലെസ് ട്രാവൽഡ്. ഓക്കെ, ആക്ച്വലി നമ്മുടെ ഇൻറ്റ്യൂഷൻ്റെ കാര്യമാണ്, ഹൈ പ്രീസ്റ്റസിൻ്റെ കാര്യമാണ്. ഹൈ പ്രീസ്റ്റസ് വരുമ്പോൾ ചില ഹിഡൻ കാര്യങ്ങൾ എന്ന രീതിയിൽ പറയും നമ്മൾ. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ചില ഹിഡൻ പാത്ത്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഐ തിങ്ക് നിങ്ങൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കറക്റ്റായ വഴി കാണിച്ചു തരും എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ തെറ്റായ വഴിയിലേക്ക് നമ്മൾ പോവാതെ, ഡെവിളിൻ്റെ ടെംപ്ടേഷനിൽ പെടാതെ നിങ്ങൾക്ക് പോകാൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. ധൈര്യം യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ബ്രേവറി നമ്മുടെ ഏസ് ഓഫ് സോഡ്സിൻ്റെ കാർഡാണ്. ഇത് രണ്ടും ഏസ് ഓഫ് വാൻസ്, ഏസ് ഓഫ് സോഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ, ഡെവിൾ എനർജിയുടെ വന്നിട്ടുണ്ട്. സോ റിപ്പീറ്റേഷൻ നമുക്ക് മനസ്സിലാക്കി തരാണ് യൂണിവേഴ്സ്. ഓക്കെ, ദാറ്റ് നിങ്ങൾ ആ ഒരു ടെംപ്ടേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ തന്നെ സകല ശക്തിയും ഉപയോഗിച്ച് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം. വന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് ഒരു സന്തോഷം ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. ഓക്കെ, സോ അതിനുള്ള ധൈര്യം നിങ്ങൾ കൊണ്ടുവരിക, പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട് എപ്പോഴും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.